Hi everyone, welcome to another session by Civils 360 IAS Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ എന്നുള്ളതാണ്. ഇത് യൂഷ്വലി ഇങ്ങനെ ടോപ്പിക്സ് വരാറുള്ളതാണ്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഷുഗർ കെയിൻ സബ്സിഡീസ് FRP എന്ന് പറയുന്നത് യൂഷ്വലി WTO ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള സംഭവമാണ്. അപ്പം മിക്ക ഇയറും ഇത് ന്യൂസിൽ കാണുന്ന UPSCക്ക് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ, എന്താണ് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ട്രേഡിൽ ഒരു ഫെയർ കോമ്പറ്റീഷൻ മിക്ക ഓർഗനൈസേഷൻസും ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ അത് തന്നെ ആയിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോസസ്സും ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതുപോലെ അഗ്രികൾച്ചർ വേൾഡിലെ ഗ്ലോബൽ അഗ്രികൾച്ചർ ട്രേഡിൽ ഒരു ഫെയർ ട്രേഡ് മെക്കാനിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് WTOൻ്റെ കീഴിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൻ്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ 1989 ഉറുഗ്വേ റൗണ്ട് ഓൺ മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻസ് ഇതിലാണ് ഈ ഒരു എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൻ്റെ ഒരു നെഗോഷിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് ഫൈനലി റാറ്റിഫൈ ചെയ്യുന്നത് 1994 മരക്കേഷിൽ വെച്ചിട്ടാണ്. 1994 മരക്കേഷിലെ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ റാറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇത് നിലവിൽ വരുന്നത് 1/1/1995 ആൻഡ് ഈ ഇയർ ആൻഡ് ഡേറ്റ് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WTO നിലവിൽ വന്നതും ഈ ഡേറ്റിലാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് നിലവിൽ വരുന്നതും ഈ സെയിം ഡേറ്റിലാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ വേറെ 1-2 എഗ്രിമെൻറ്റ്സ് ഉണ്ട് WTOയ്ക്ക്. ഈ എഗ്രിമെൻറ്റ്സ് എല്ലാം ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ സമയത്ത് വന്നതാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ആണെങ്കിൽ ഇതിന് മുന്നേ ഈ ചർച്ചകളും കോൺഫറൻസും ഒക്കെ ആരാണ് നടത്തിക്കൊണ്ടിരുന്നത്? ഗാട്ടാണ്. അങ്ങോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്താണ് ഗാട്ടെന്നുള്ളതോ അല്ലെങ്കിൽ, കാരണം നമ്മുടെ ഇപ്പം റിലവൻ്റ് ആയിട്ടുള്ളത് ആരാണ്? WTO ആണ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ അഗ്രികൾച്ചർ ട്രേഡ് ഒരു ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ്, അതായത് ഈ അഗ്രികൾച്ചർ ട്രേഡിനെ തകർക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന സബ്സിഡീസ് ഒക്കെ കുറയ്ക്കാനായിട്ട് കൺട്രീസിനോട് പറയും. അതുകൂടാതെ ഒരു കൺട്രിക്ക് വേറൊരു കൺട്രിയിലുള്ള മാർക്കറ്റ് ആക്സസ്, ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് US മാർക്കറ്റ് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച് US-ന് ഇന്ത്യൻ മാർക്കറ്റ് ആക്സസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള മാർക്കറ്റ് ആക്സസ് കൂട്ടും. എല്ലാ കൺട്രീസിനും ബാക്കിയുള്ള എല്ലാ കൺട്രീസിലെയും മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ താരിഫ് നമ്മുടെ എന്താണ് അഗ്രികൾച്ചർ ട്രേഡിനെ നശിപ്പിക്കുന്ന ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള താരിഫ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് കുറയ്ക്കും. അതുകൂടാതെ മാർക്കറ്റ് ആക്സസ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടും. അതാണ് ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3 സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 മെത്തേഡ്സ്, 3 പില്ലേഴ്സ് ഉണ്ട് ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൽ. അതൊക്കെയാണ്: ഒന്ന് ഡൊമസ്റ്റിക് സപ്പോർട്ട്, മാർക്കറ്റ് ആക്സസ് ആൻഡ് എക്സ്പോർട്ട് സബ്സിഡീസ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാർക്കറ്റ് ആക്സസ് നോക്കാം. മാർക്കറ്റ് ആക്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഫോറിൻ കൺട്രിക്ക് വേറൊരു കൺട്രിയുടെ മാർക്കറ്റിൽ ആക്സസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. 1 താരിഫിക്കേഷൻ, 2 താരിഫ് റിഡക്ഷൻ, 3 ആക്സസ് ഓപ്പർച്യൂണിറ്റീസ്. താരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ടാക്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതൊരു ഡ്യൂട്ടി ആണെന്ന് പറയാം അല്ലേ. വേറൊരു കൺട്രിയിൽ നിന്ന് നമ്മുടെ കൺട്രിയിലോട്ട് സാധനങ്ങൾ വരുമ്പോൾ അതിന് മേളിൽ കൊടുക്കുന്ന ഒരു ടാക്സ്, ഒരു ഡ്യൂട്ടി, അതാണ് താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ താരിഫിനെ താരിഫിക്കേഷൻ ചെയ്യുന്നു. എന്തിനെ താരിഫിക്കേഷൻ ചെയ്യുന്നു? നോൺ താരിഫ് ബാരിയേഴ്സിനെ. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ടാക്സിന്റെ രൂപത്തിലായിരിക്കത്തില്ല ഈ വരുന്ന പ്രൊഡക്ട്സിൽ അപ്ലൈ ആവുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്തുനിന്നൊരു കൺട്രിയിൽ നിന്ന് നമ്മുടെ കൺട്രിയിലോട്ട് സാധനങ്ങൾ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചില ലൈസൻസ് വേണം എന്ന് മാൻഡേറ്റ് ചെയ്യാം. അത് ഒരു കൺട്രിയുടെ ലോ അനുസരിച്ചിട്ട് പറയുവാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കൺട്രിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ലൈസൻസ് എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലൈസൻസിങ് പോളിസി കൊണ്ടുവരുവാണ്.
അതെന്താണ് ശരിക്കും ഒരു നോൺ താരിഫ് ബാരിയർ ആണല്ലേ. അത്ര ഫ്രീ ആയിട്ട് നമ്മുടെ കൺട്രിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു നോൺ താരിഫ് ബാരിയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോ US നിന്ന് കൊണ്ടുവരുന്ന പൊട്ടറ്റോസ് അത് ഇത്ര അളവിലേ കൊണ്ടുവരാവൂ, ചൈനയിൽ നിന്ന് ഇത്ര അളവിലേ അരി ഇറക്കാവൂ, അങ്ങനെ ഒരു കോട്ട നമ്മൾ കൊടുക്കുന്നു. ഓരോ കൺട്രീസിനും ഒരു ഇമ്പോർട്ട് കോട്ട കൊടുക്കുന്നു. അതും എന്താണ് ശരിക്കും നമ്മൾ ടാക്സ് ചെയ്യുന്നതിന് പകരം എന്ത് പറയുന്നത്, നിങ്ങൾ ഇത്ര അളവിൽ മാത്രമേ കൊണ്ടുവരാവൂ എന്ന് പറയുന്നതും എന്താണ് ഒരു റെസ്ട്രിക്ഷൻ ആണല്ലേ. അപ്പൊ അതും എന്താണ് ഒരു നോൺ താരിഫ് ബാരിയർ ആണ്. അപ്പൊ ഇതുപോലെ കുറെ ക്വാളിറ്റി വൈസ് നമ്മൾ പറയാറുണ്ട്, ഇന്ന ക്വാളിറ്റിയിൽ താഴെയുള്ളത് ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണെങ്കിൽ അതും ഒരു നോൺ താരിഫ് ബാരിയർ ആണ്. അപ്പൊ അതുപോലെ ഉള്ള നോൺ താരിഫ് ബാരിയറിനെ എല്ലാം അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള താരിഫ് ബാരിയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, താരിഫ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, താരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറയുവാണ്, ഇന്ത്യ പറയുവാണ് ഞങ്ങൾ അധികം വരുന്ന ഇമ്പോർട്ട്സിനൊന്നും താരിഫ് ചുമത്തുന്നില്ല എന്ന് പറയുന്നു. സെയിം ടൈം നമ്മൾ ലൈസൻസ് കണ്ടീഷൻസ് മാൻഡേറ്ററി ആക്കുന്നു, അതുപോലെ ഈ പറഞ്ഞ പോലെ കോട്ടാസ് നിർണ്ണയിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താണ്, നമ്മൾ താരിഫ് ഇട്ടില്ലെങ്കിലും നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു എന്നല്ലേ അതിനർത്ഥം. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നോൺ താരിഫ് ബാരിയേഴ്സ് ആണെങ്കിൽ കൂടെ അതിനെ താരിഫ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറയുന്നു നിങ്ങൾ ഇത്രയും റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത്, താരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ, ഈ എത്ര താരിഫ് ഉണ്ടോ നോൺ താരിഫ് ബാരിയർ വഴിയാണെങ്കിലും, അതായത് താരിഫിക്കേഷൻ ചെയ്ത് കിട്ടുന്ന താരിഫ് വാല്യൂ ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള താരിഫ് വാല്യൂ ആണെങ്കിലും അതെല്ലാം കൂടെ കണക്കാക്കിയിട്ട് ആ ഒരു ടോട്ടൽ കൺട്രി മറ്റൊരു കൺട്രിയുടെ മേളിൽ ചുമത്തുന്ന താരിഫിന്റെ അളവ് കുറയ്ക്കാൻ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ വേറൊരു കൺട്രിയിൽ നിന്ന് പ്രൊഡക്ട്സ് നമ്മുടെ കൺട്രിയിലോട്ട് വരൂ, അല്ലെങ്കിൽ വേറൊരു മാർക്കറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഒരു ആക്സസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് താരിഫ് റിഡക്ഷൻ ഉള്ള സ്റ്റെപ്സ് എടുക്കുന്നു. താരിഫ് റിഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ, അതായത് ഈ പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റ് വന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. വന്ന സമയത്ത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വർഷം കൊണ്ട് ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ ഓൺ ആൻ ആവറേജ് 36% താരിഫ് റെഡ്യൂസ് ചെയ്തിരിക്കണം. ഇനി ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലോ അവർ 6 വർഷമല്ല 10 വർഷം കൊണ്ട് 24% താരിഫ്, ഒരു ആവറേജ് അളവിൽ താരിഫ് റെഡ്യൂസ് ചെയ്തിരിക്കണം. ഇനി ഡെവലപ്ഡ് കൺട്രി ആയി, ഡെവലപ്പിംഗ് കൺട്രി ആയി. ഇനി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലോ അവരൊന്നും ചെയ്യണ്ട, അവർക്ക് അങ്ങനെ ഒരു ഒരു ലിമിറ്റ് ഈ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ കൊടുക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ താരിഫ്സ് ഇൻഡ്യൂസ് ചെയ്യാം. കാരണം എന്താണ്, അവർ ലീസ്റ്റ് ഡെവലപ്ഡ് ആണ്, അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. സോ അവർക്ക് അങ്ങനെ ഒരു ലിമിറ്റ് ഈ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിലെ ഇനിഷ്യൽ ഫേസിൽ പറയുന്നില്ല. ഇനി അടുത്ത മെത്തേഡ് എന്താണ്, ആക്സസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതെങ്ങനെയാണ് എഗ്രിമെന്റിന് ഒരു ആക്സസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്? ഈ എഗ്രിമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1995 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം, ഈ ചർച്ച നടന്നില്ലേ ആ സമയത്തേന്ന് ഒരു 3% ഡൊമസ്റ്റിക് കൺസംഷൻ എടുക്കുവാണെങ്കിൽ, അതായത് ഇപ്പം ഞാൻ 100 യൂണിറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ 100 യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു, അതിൽ 3 എന്തായിരിക്കണം, ഒരു ഫോറിനിൽ നിന്ന് വന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പൊ ഡൊമസ്റ്റിക് കൺസംഷന്റെ 3% എന്തായിരിക്കണം, ഈ പുറത്തുനിന്ന് വന്നേക്കുന്ന പ്രൊഡക്ഷനുള്ള ആക്സസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. അതിന് ഇത് ഈ എഗ്രിമെന്റ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഇംപ്ലിമെന്റേഷൻ പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പതിയെ ഇത് കൂട്ടി 5% ഓഫ് ഡൊമസ്റ്റിക് കൺസംഷനും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു, മാർക്കറ്റ് ആക്സസ് കിട്ടാനായിട്ട് 3 വേ പറഞ്ഞു ഇവര്. ഒന്ന് നോൺ താരിഫ് ബാരിയർ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ താരിഫ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഉണ്ടായി ഒരു ടോട്ടൽ താരിഫായിട്ട് ഡയറക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നതും ഈ നോൺ താരിഫിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്തതും കൂടെ കൂട്ടി എത്ര ടോട്ടൽ താരിഫ് ഉണ്ടോ അതിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആവറേജിൽ കുറയ്ക്കണം എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞു മിനിമം ആക്സസ് കൊടുക്കണം. നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ മൊത്തം നമ്മുടെ ഒരു കൺട്രിയിൽ ഉണ്ടാക്കണം എന്നില്ല, അതിനൊരു സർട്ടൻ പെർസെൻറ്റേജ് പുറത്തുനിന്നുള്ള പ്രൊഡക്ഷനുള്ള ആക്സസ് കൊടുക്കണം. ഇതാണ് എന്താണ് മാർക്കറ്റ് ആക്സസിന് വേണ്ടിയിട്ട് ഈ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ പറഞ്ഞത്. ഇനിയിപ്പോൾ മാർക്കറ്റ് ആക്സസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത എന്താണ്, ഡൊമസ്റ്റിക് സപ്പോർട്ട്. ഡൊമസ്റ്റിക് സപ്പോർട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നെല്ല് കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ വീറ്റോ ഷുഗർ കെയിനോ എന്താണെങ്കിലും കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സബ്സിഡീസ് കൊടുക്കുകയാണ്. ലൈക്ക് അതിൻ്റെ സീഡ്സ്, ഇനിഷ്യലി സോ ചെയ്യാനുള്ള സീഡ്സ് നമ്മളൊരു റിബേറ്റ് പ്രൈസിൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കുറച്ച് കൊടുക്കുന്നു, ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റി പ്രൈസും വാട്ടർ പ്രൈസും ഒക്കെ കുറയ്ക്കുന്നു.
അങ്ങനെ പല രീതിയിലും. പിന്നെ നമ്മൾ എന്താണ് MSP എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, മിനിമം സപ്പോർട്ട് പ്രൈസ്. അതെന്താണ്, നമ്മൾ ഒരു പ്രൈസ് സീലിംഗ് നിശ്ചയിക്കുവാണ്, ഇതിൽ കുറവായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ആ സാധനം വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഫാമേഴ്സിന് ഒരു പർട്ടിക്കുലർ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് ചിലപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ളൊരു കൺട്രിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ചെല്ലുമ്പോൾ അത് ചീപ്പറായിരിക്കും. അപ്പം അവിടുത്തെ ആ കൺട്രിയിൽ ആ പ്രൊഡക്റ്റിന് വാല്യൂ കുറയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്ത് ചെയ്യും, മറ്റൊരു കൺട്രിയിൽ ഒരു ഫോറിൻ മാർക്കറ്റിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂവിനെ ബാധിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് സപ്പോർട്ട്സിന് നമ്മുടെ കൺട്രിയിൽ നമ്മളൊരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് കൊടുക്കുന്ന സപ്പോർട്ട്സിന് ഒരു ലിമിറ്റ് പറയുന്നുണ്ട് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ. അപ്പം അത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അവിടുത്തെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് കൊടുക്കുന്ന സപ്പോർട്ടിനെ ഈ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗ്രീൻ ബോക്സ്, ആംബർ ബോക്സ് ആൻഡ് ബ്ലൂ ബോക്സ്. ഈ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് പറയുവാണ്, ഇതിൽ ഗ്രീൻ ബോക്സിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, അതിന് കുഴപ്പമില്ല, അതിന് നമ്മൾ പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലൂ ബോക്സും ആംബർ ബോക്സും എടുക്കുമ്പോൾ, ആംബർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആയിട്ടുള്ള സാധനമാണ്, അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, അത് കൺട്രോളിലായിരിക്കണം, റെഗുലേറ്റഡ് ആയിരിക്കണം. ആൻഡ് ബ്ലൂ ബോക്സ് എന്ന് പറയുമ്പോൾ അത് പെർമിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ പെർമിറ്റഡ് ആണ്, പക്ഷെ അതിന് ചെറിയ രീതിയിൽ ട്രേഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഈ ഡൊമസ്റ്റിക് സപ്പോർട്ട് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. ഇനി ഈ ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് ഡയറക്റ്റ് കൊടുക്കാതെ അതുമായിട്ട് ചേർന്നിരിക്കുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്, ലൈക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോലെയുള്ള ആക്ടിവിറ്റീസിന്, അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ പോലെയുള്ള ആക്ടിവിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സിഡൈസ് ചെയ്യുന്നു. അത് നല്ലതാണെന്ന്, അല്ലെങ്കിൽ അതിനൊരു ട്രേഡ് ഡിസ്റ്റോർഷൻ വളരെ മിനിമലാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഉണ്ടാവില്ല എന്നാണ് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ പറയുന്നത്. അപ്പോൾ ഗ്രീൻ ബോക്സ് സബ്സിഡീസ് ഉണ്ട്, അത് പെർമിറ്റഡ് ആയിട്ടുള്ള സബ്സിഡീസ് ആണ്. അടുത്തതാണ് ബ്ലൂ ബോക്സ് സബ്സിഡീസ്. ശരിക്കും ഈ ബ്ലൂ ബോക്സ് സബ്സിഡീസിനെ നമുക്ക് പെർമിറ്റഡ് ആംബർ ബോക്സ് എന്ന് പറയാറുണ്ട്. അതായത് ആംബർ ബോക്സ് സബ്സിഡീസിൽ വരുന്നതാകാം, പക്ഷെ അത് പെർമിറ്റഡ് ആണ്. കാരണം ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ബോക്സ് സബ്സിഡീസിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ അത് പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. ഇപ്പം നമ്മുടെ ഇവിടെ പറയുവാണ്, നാളെ തൊട്ട് നമ്മുടെ കൺട്രി മൊത്തത്തിൽ 100 പശുക്കളെ മാത്രമേ വളർത്താവുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെ പറയുവാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഇവിടെ ഉള്ള പ്രൊഡക്ഷൻ കുറയും അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളുടെ ആക്സസ് കൂടും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്തുകൊണ്ട് ട്രേഡിനെ ഡിസ്റ്റോർട്ട്, നമ്മൾ ട്രേഡ് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെയും അത് എഫക്ട് ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ ട്രേഡ് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ഈ എന്താണ് കാറ്റിൽസിന്റെ നമ്പറിനെയൊക്കെ ലിമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യാനോ ഒക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏക്കറേജ് ലിമിറ്റ്, അതായത് ഇത്ര ഏരിയയിൽ മാത്രമേ കൃഷി ചെയ്യാവുള്ളൂ എന്ന് പറയും. അതൊക്കെ എന്തിന്റെ കീഴിൽ വരുന്നതാണ്, ഈ ബ്ലൂ ബോക്സ് സബ്സിഡിയുടെ കീഴിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് ആംബർ ബോക്സ് എന്ന് പറയുന്നത്. ആംബർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആണ്. ആ ആംബർ ബോക്സ് സബ്സിഡീസ് വരുവാണെങ്കിൽ അത് ഹൈലി ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആണ്. സോ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്ത് വെക്കണം. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ MSP അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇൻപുട്ട് സബ്സിഡീസ് ലൈക്ക് സീഡിന് പ്രൈസ് കുറച്ച്, സീഡ് സബ്സിഡൈസ്ഡ് റേറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് സബ്സിഡി കൊടുക്കുന്നു, വാട്ടറിന് സബ്സിഡി കൊടുക്കുന്നു, ഇറിഗേഷന് സബ്സിഡി കിട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്, ആംബർ ബോക്സിന്റെ കീഴിൽ വരുന്നത്. ഇനി അടുത്തത് പറയുവാണെങ്കിൽ ഇതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്, എക്സ്പോർട്ട് സബ്സിഡീസ് എന്താണെന്നുള്ളത്. ഇതിൽ മൂന്നാമത്തത് എക്സ്പോർട്ട് സബ്സിഡീസ് ആയിരുന്നു അല്ലേ. മാർക്കറ്റ് ആക്സസ് എങ്ങനെയാണെന്ന് കണ്ടു, ഡൊമസ്റ്റിക് സപ്പോർട്ട് എങ്ങനെയാണെന്ന് കണ്ടു, ഇനി അടുത്ത് എക്സ്പോർട്ട് സബ്സിഡീസ് ആണ്. എക്സ്പോർട്ട് സബ്സിഡീസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു റോ മെറ്റീരിയലിന് വില കുറയ്ക്കുന്നു. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ കൺട്രിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചീപ്പറായിരിക്കും. അപ്പം എന്ത് പറ്റും, എക്സ്പോർട്ട്സ് കൂടും. നമ്മുടെ കൺട്രിയിൽ ഉണ്ടാക്കുന്ന ആ പ്രൊഡക്റ്റിന് പുറത്തുള്ള ആ ഒരു ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ എക്സ്പോർട്ട്സ് കൂടും, പക്ഷേ ഡൊമസ്റ്റിക് മാർക്കറ്റ്, വേറൊരു കൺട്രിയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടുത്തെ പ്രൊഡക്ട്സിനെ അത് ബാധിക്കും. ഇപ്പൊ നോക്കുവാണെങ്കിൽ എന്താണ്, ചൈനീസ് ഇലക്ട്രോണിക് ഐറ്റംസിന് നമ്മുടെ ഇന്ത്യയിൽ നല്ല മാർക്കറ്റാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സിന് റേറ്റ് കൂടും, ചൈനയിലെ പ്രൊഡക്ട്സിന് റേറ്റ് കുറവാണ്. ക്വാളിറ്റി കാണും പക്ഷെ റേറ്റ് കുറവാണ്. അപ്പം അവരുടെ എക്സ്പോർട്ട്സ് ബൂസ്റ്റായി, അവരുടെ പ്രൊഡക്ട്സിന് മാർക്കറ്റ് കിട്ടി. പക്ഷെ എന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഇല്ലാണ്ടാവുന്നല്ല, അതിനുള്ള ഡിമാൻഡ് കുറയും അല്ലേ. അപ്പൊ എക്സ്പോർട്ട് സബ്സിഡീസ് കൊടുക്കുവാണെങ്കിൽ അതും, ഇപ്പൊ ഈ ഇലക്ട്രോണിക്സിന്റെ കാര്യം പറഞ്ഞാൽ അതും അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യും, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ എഫക്ട് ചെയ്യും. അപ്പൊ അതും നമ്മൾ ലിമിറ്റ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, ഈ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞു WTO എന്ന്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ ട്രേഡ് പറഞ്ഞതുപോലെ തന്നെ വേൾഡിലെ മൊത്തം ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? WTO ആണ്. എങ്ങനെ വേൾഡ് ട്രേഡ് ഒരു ഓർഡർലി മാനറിൽ നടക്കണം അത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതാണ് WTO എന്ന് പറയുന്നത്. WTO നമുക്കൊരു UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ UN-ഉമായിട്ട് കൊളാബറേഷൻസ് ഉണ്ട് WTO-ന്. ഇതിനകത്ത് 166 മെമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് WTO-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ പറഞ്ഞതുപോലെ WTO-ന്റെ ബാക്കി 2 എഗ്രിമെന്റ്സ് ആണ് ട്രിംസും ട്രിപ്സും. ട്രിംസ് ആൻഡ് ട്രിപ്സ്. ട്രിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, അതാണ് ട്രിംസ് എന്ന് പറയുന്നത്. ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്. ട്രിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് IPR ആണ്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് IPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് നമുക്കാണ്. ആ അഗ്രികൾച്ചർ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ഓണർഷിപ്പ് നമുക്കാണ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ആണ് IPR എന്ന് പറയുന്നത്. അപ്പൊ IPR-നെ പ്രൊട്ടക്ട് ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേറെ 2 എഗ്രിമെന്റ്സ് ഉണ്ട്, ട്രിപ്സും ട്രിംസും. പിന്നെ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്നാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇനി WTO-ന്റെ കുറച്ച് റിപ്പോർട്ട്സ് ആണ്. ഒന്നാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് റിപ്പോർട്ടാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, വേൾഡ് ട്രേഡ് റിപ്പോർട്ട് ആരാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. പിന്നെ അടുത്ത റിപ്പോർട്ടാണ് ഗ്ലോബൽ ട്രേഡ് ഔട്ട്ലുക്ക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിന്റെ ശരിക്കും WTO റിപ്പോർട്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതിനകത്ത് ട്രേഡ് എന്ന് പറഞ്ഞൊരു വാക്ക് കാണും. ഓക്കെ, ഗ്ലോബൽ ട്രേഡ് ഔട്ട്ലുക്ക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്തത് എയ്ഡ് ഫോർ ട്രേഡ് ഇൻ ആക്ഷൻ. ഇത് 3ഉമാണ് WTO-ന്റെ മെയിൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ WTO-നെ പറ്റിയും എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിനെ പറ്റിയും പറഞ്ഞത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.